നമസ്കാരം. നമ്മളൊക്കെ നമ്മുടെ ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാ. വലിയ തരക്കേടില്ലാതെ നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും ഒക്കെ ആയി പോകാൻ ആഗ്രഹിക്കുന്നവരാ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ പോലും നമുക്കെതിരായി മാറും. നമ്മൾ അല്പം കുരുത്തക്കേട് കാട്ടിയാൽ അത് ചിലപ്പോൾ ആരും അറിഞ്ഞെന്ന് വരില്ല. ആ കുരുത്തക്കേടിൽ നമ്മൾ ഒരുപക്ഷെ വിജയിച്ചെന്ന് വരാം. എന്നാൽ ആ കുരുത്തക്കേട് കാട്ടാൻ അറിയാത്തവൻ അത് കാട്ടിയാൽ അതവൻ്റെ നാശമായി മാറും. അങ്ങനെ അപ്രതീക്ഷിതമായി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ ആവരണം ചെയ്യും. ഈ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയൂ. ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് എങ്ങനെയായിരുന്നുവോ നേരത്തെ പെരുമാറിയിരുന്നത്, അതിനേക്കാൾ ആവേശത്തോടു കൂടി നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളും ബന്ധുക്കളും. വലിയ പ്രതിസന്ധി ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. 2023 മുതൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭീകരമായ വേട്ടയ്ക്ക് ഇരയായ മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തവണയെങ്കിലും ജയിലിലടയ്ക്കാൻ ഇപ്പോഴും രഹസ്യമായി ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പഴയതുപോലെ ബഹളം വെച്ച് വാർത്ത സൃഷ്ടിച്ച് വെല്ലുവിളിച്ചുള്ള ഗൂഢാലോചന അല്ലെങ്കിലും അതീവ രഹസ്യമായി എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നെ ജയിലിലാക്കണമെന്ന് വാശിയുള്ള പലരും ഈ സർക്കാരിലുണ്ട്. ഞാനിത് പറയാൻ കാരണം അടൂരുകാരനായ ഫെന്നി നൈനാനെ ഓർത്തുകൊണ്ടാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഫെന്നി നൈനാൻ. ചെറുപ്പം മുതലേ ഫെന്നിയും രാഹുലും അടുപ്പക്കാരാണ്. രാഹുൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഒന്നല്ല, രണ്ടല്ല, 3 ബലാത്സംഗ കേസുകളിലെ പ്രതിയായി. നിരവധി ആരോപണങ്ങളിലെ വില്ലൻ സ്ഥാനത്തെത്തി. ഇതൊക്കെ ഉണ്ടായപ്പോഴും കൂളായി രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ഉറച്ചു നിന്നു എന്നതാണ് ഫെന്നി നൈനാൻ്റെ മഹത്വം. അതുകൊണ്ട് ഫെന്നി നൈനാനുണ്ടായ നഷ്ടം ചില്ലറയല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രണ്ടാമത്തെ റേപ്പ് കേസിലെ പ്രതിയാക്കപ്പെടുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. ഫെന്നി ഒളിവിൽ പോയി എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടർ ചാനലൊക്കെ വാർത്ത കൊടുത്തത്. ആ സംഭവം ഫെന്നിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാവുന്നു, 18 ദിവസം ജയിലിൽ കിടക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഫെന്നി രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, രാഹുലിനെ സഹായിക്കാൻ വേണ്ടി കൃത്യമായി അണിയറ നീക്കങ്ങൾ നടത്താൻ മുൻപിൽ നിൽക്കുന്നതും ഫെന്നിയാണ്. രാഹുൽ മാങ്കൂട്ടം ജാമ്യം നേടി പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ അമ്മയോടൊപ്പം ചെലവഴിക്കുന്നു. മാധ്യമങ്ങളെയോ മാധ്യമപ്രവർത്തകരെയോ സഹപ്രവർത്തകരെയോ പോലും കാണാൻ കൂട്ടാക്കുന്നില്ല. രാഹുലിനെ പിന്തുണച്ച പ്രതിസന്ധിയിൽ ഒപ്പം നിന്നവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്, അവർ വരുന്നുണ്ട്. ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് രാഹുലിന് വാ തുറക്കാൻ പോലും ആശങ്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ രാഹുലിൽ നിന്നും ചിലർ മനഃപൂർവ്വം തട്ടിപ്പറിച്ച സൽപ്പേര് തിരിച്ചു കൊണ്ടുവരാൻ രാഹുൽ ആർമി പണിയെടുക്കുകയാണ്. രാഹുലിനെ കൊടുക്കുക എന്നത് ചിലരുടെ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത്, പേര് പറയാതെ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്, റിനി ആൻ ജോർജ് എന്നു പേരുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി അടുത്ത ബന്ധമുള്ള ഒരു യുവതിയായിരുന്നു. ആ യുവതിയുടെ ഒരു അഭിമുഖമാണ് ഈ പുലിവാലുകൾക്കൊക്കെ തുടക്കമിടുന്നത്. അതിനു മുമ്പ് തന്നെ അന്തം കമ്മികളായ ചില യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സും രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നുണക്കഥകൾ ഏറെ പ്രചരിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായി റിനി രംഗത്ത് വരികയും അത് മുഖ്യധാര ചാനലുകളും പത്രങ്ങളും ഏറ്റെടുക്കുകയും അവരുടെ ബാർക്ക് റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവിന് രാഹുൽ ഒരുങ്ങുമ്പോൾ ആദ്യം വീഴ്ത്തേണ്ടത് ഈ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച റിനി ആൻ ജോർജിനെ തന്നെയാണെന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കറിയാം. അതിനുള്ള പണി അവർ രാഹുൽ ജയിലിൽ കിടന്നപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. 3ാമത്തെ ബലാത്സംഗ കേസിലെ ഇരയും റിനി ആൻ ജോർജും തമ്മിൽ ബന്ധമുണ്ടെന്നും റിനിയുടെ ഇൻസ്റ്റിഗേഷനിലാണ് 3ാമത്തെ പരാതിക്കാരി രംഗത്ത് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം പോസ്റ്റ് ഇട്ടത് ഫെന്നി നൈനാനാണ്. ഗൂഢാലോചനയിൽ റിനിക്ക് പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ രാഹുൽ ആർമി കൃത്യമായി ഉപയോഗിച്ചത് പത്തനംതിട്ട ജില്ലാ കൗൺസിലർ കൂടിയായ കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ മറുനാടനും മറ്റൊരു ചാനലിനും കൊടുത്ത അഭിമുഖത്തിൽ റിനിയുടെ പേര് പറയാതെ ഗുരുതരമായ ഒരു ആരോപണം ഉയർത്തുന്നു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം എനിക്ക് അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി. 24 മണിക്കൂറിനകം തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെയുള്ളൊരാൾ രാത്രി ഏതാണ്ട് 12:30 മണി സമയത്ത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ഒരാൾ, അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ലേ? പകരം ഒരു ദിവസം രാത്രി 12:30 മണിക്ക് ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക?
അയാളോട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്. അപ്പോൾ അങ്ങനെ ഒരാൾ രാത്രി 12:30 മണിക്ക് എന്തിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിനൊക്കെ എത്രയോ ശേഷം വീഡിയോ കോൾ ചെയ്യുകയും പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ്, എന്താണ് ടെലഗ്രാമിലെ സീക്രട്ട് ചാറ്റിലേക്ക് ഒരു ഇൻവിറ്റേഷൻ റിപ്പീറ്റഡ്ലി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ കെണിയിൽ റിനി ആൻ ജോർജ് വീണുപോയി. റിനി ഇങ്ങനെയൊരു മറുപടി ഇട്ടു: ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഇതായിരുന്നു റിനിയുടെ പോസ്റ്റ്. വാസ്തവത്തിൽ റിനി അവിടെ തന്നെ തോൽവി സമ്മതിക്കുകയായിരുന്നു. രാഹുൽ ആർമി ഒരുക്കിയ കെണിയിൽ അവർ വീണു എന്നുറപ്പായി. പിന്നീടാണ് ഫെനി നൈനാൻ രംഗത്ത് വരുന്നത്. ഫെനി നൈനാൻ ആ വാദം ഖണ്ഡിച്ചുകൊണ്ട് മൂന്നാമത്തെ പരാതിക്കാരി റിനിയുമായി ബന്ധപ്പെട്ടിരുന്നു, അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു എന്ന ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നു. റിനി ആ കെണിയിലും വീണു. എന്നിട്ട് ഇങ്ങനെ മറുപടി എഴുതി: ഇന്ന് എൻ്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരുമായി വ്യക്തിപരമായി ഒരു പരിചയവുമില്ല. ഇന്ന് നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നെനിക്ക് വ്യക്തമല്ല. ഇങ്ങനെ റിനിയെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു രാഹുൽ ആർമിയുടെ ലക്ഷ്യം. തൊട്ടു പിന്നാലെ ഫിനി വീണ്ടും രംഗത്ത് വന്നു. മൂന്നാം പരാതിക്കാരുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ആ പരാതിക്കാരി ഫിനിയോടെ റിനിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചുള്ള സ്ക്രീൻഷോട്ട്. അപ്പോഴേക്കും റിനി വീണ്ടും രംഗത്ത് വന്നു. മൂന്നാമത്തെ പരാതിക്കാരിയും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. ഞാനും മൂന്നാം പരാതിക്കാരിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം. അനാവശ്യമായ പ്രചരണങ്ങൾ തുടർന്നാൽ ശക്തമായ നിയമ നടപടികളെ മുമ്പോട്ട് പോകും. രാഹുൽ ആർമി ആഗ്രഹിച്ചതുപോലെ തന്നെ റിനി ആവശ്യപ്പെട്ടു. ഫെനി മൂന്നാമത്തെ പോസ്റ്റ് പുറത്തുവിട്ടു. ഇന്നലെ ഫെനി നൈനാൻ ഇങ്ങനെ എഴുതി: കഴിഞ്ഞ ദിവസം റിനി ആൻ ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സാമൂഹ്യ മാധ്യമത്തിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ റിനി ആൻ ജോർജ് 2025 ആഗസ്റ്റ് 21 കോൾ മീ ടുമോറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരോട് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞത് തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത്. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം. മൂന്നാമത്തെ പരാതിക്കാരിയോട് റിനി എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഫെനി വെളിപ്പെടുത്തിയത്. ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ റിനി വെട്ടിലായി. ഇതുവരെ തൻ്റെ ഫോട്ടോ വെച്ച് ആരോ ഒരുത്തൻ പോസ്റ്റ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത് പ്രിയപ്പെട്ട ഫെനി എന്ന് അഭിസംബോധന ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രിയപ്പെട്ട ഫെനി നൈനാൻ, ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു അതിജീവിതയെയും അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യവും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത്. ആരോ ഒരാൾ ഏതൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും എനിക്കറിയില്ല. കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ എന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ വിളിക്കുമെന്ന്. അതിനൊരു മറുപടിയും എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാനത് എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല. എനിക്കിത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല. ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്നുപോലും അറിയില്ല. ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഞാൻ നിയമ നടപടികളും മുന്നോട്ട് പോകും. അത് താങ്കൾക്കെതിരെയല്ല. എൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ച് തെറ്റിദ്ധാരണജനകമായ സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു എന്ന് എന്നെ അപമാനിച്ചതിനെയാണ്. മൂന്നാമത്തെ പരാതിക്കാരുമായി ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ്. സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ഒരു ഭയവുമില്ല. വാസ്തവത്തിൽ രാഹുൽ ആർമി വെച്ച കെണിയിൽ റിനി ആൻ ജോർജ് വീണു പോവുകയായിരുന്നു. ഇതോടുകൂടി മൂന്നാമത്തെ പരാതിക്കാരിക്കെതിരെ റിനി ആൻ ജോർജ് കേസ് കൊടുക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു. വലിയൊരു ഗൂഢാലോചന രാഹുലിനെ കൊടുക്കാൻ നടന്നു എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ സംഭാഷണങ്ങൾ. ഇതേക്കുറിച്ച് അഭിലാഷ് മോഹനൻ ഇങ്ങനെ എഴുതുന്നു: രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നടന്നത് പണം ഉപയോഗിച്ചുള്ള ഹണി ട്രാപ്പ് അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി നടത്തിയ കൊട്ടേഷനാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ കേസിൽ ഇടത് മാപ്രകളും സഖാക്കളും മാപ്പ് പറയേണ്ടത് അതിജീവിതകളോടല്ല, മറിച്ച് ഫെനി നൈനാൻ എന്ന ചെറുപ്പക്കാരനോടാണ്. അവനാണ് ഈ വിഷയങ്ങളിൽ ശരിക്കും അതിജീവിച്ചത്. അവൻ്റെ ഭാവി കൂടിയാണ് വ്യാജ വാർത്ത കൊടുത്ത് കുഴിച്ചുമൂടാൻ നോക്കിയത്. രാഹുലിനെ കൊടുക്കാൻ ശ്രമിച്ചവർ കൃത്യമായ പ്ലാനിങ്ങിൽ തന്നെയാണ് എല്ലാം നടത്തിയത്. പക്ഷെ അവർക്ക് പ്ലാൻ തെറ്റി തുടങ്ങിയത് ഈ കേസിൽ ഫെനിയെ കൂടി ഉൾപ്പെടുത്തി തുടങ്ങിയപ്പോഴാണ്. അതായത് രണ്ടാമത് വന്ന കേസിൽ ഫെനിയാണ് രാഹുലിനെ കാറിൽ ഡ്രോപ്പ് ചെയ്തത് എന്നൊരു വാദം കൊണ്ടുവച്ച്, പക്ഷെ ഫെനി പേടിച്ചിരിക്കാതെ ധൈര്യമായി പുറത്തു വന്ന് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കി
അപ്പോൾ തന്നെ കേസ് ചീറ്റി. പിന്നീട് അതിജീവിതയെ ആരും കണ്ടിട്ടില്ല. മൂന്നാമത് വന്ന പരാതിയിൽ ഫെനി നേരിട്ട് ഇടപെട്ട്. കാരണം ഫെനിക്ക് മനസ്സിലായി ഇതൊരു കുരുക്കാണ് എന്നത്. സത്യത്തിൽ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയവർ ഫെനിയെ ടാർഗറ്റ് ചെയ്തില്ലായിരുന്നാൽ ഒരുപക്ഷെ ഇപ്പോഴും ഈ കേസുകളുടെ പിന്നിൽ നടന്ന ഗൂഢാലോചന നമ്മളാരും അറിയില്ലായിരുന്നു. അല്ലെങ്കിലും എത്ര വലിയ പ്ലാൻ ഉണ്ടാക്കി ഒരു ഗൂഢാലോചന നടത്തിയാലും എവിടെയെങ്കിലുമൊക്കെ പാളും. അങ്ങനെ പറ്റിയ ഒരു പാളിച്ചയാണ് ഫെനിയെ കേസിൽ ഉൾപ്പെടുത്തിയത്. കാരണം ഫെനി അതിലൊക്കെ ഉണ്ടാകും എന്നത് പ്ലാൻ നടത്തിയവരുടെ ഊഹങ്ങൾ മാത്രമായിരുന്നു. സത്യത്തിൽ രാഹുലിനെ മാത്രമല്ല ഇവർ ലക്ഷ്യം വെച്ചത്, രാഹുൽ വഴി ഷാഫി പറമ്പിൽ, അതുവഴി കോൺഗ്രസ് എന്ന പാർട്ടി. എന്നാൽ ഇവരുടെ പ്ലാനുകളൊക്കെ തെറ്റിച്ചത് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനങ്ങളായിരുന്നു. അതായത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കും എന്നവർ പ്രതീക്ഷിച്ചില്ല. അതുപോലെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ, ഇത് രണ്ടുമാണ് ഗൂഢാലോചന നടത്തിയവർക്ക് തിരിച്ചടിയായത്. എന്തായാലും ഫെനി നൈനാൻ എന്ന ചെറുപ്പക്കാരൻ്റെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഭയപ്പെട്ട് വീട്ടിലിരിക്കാതെ ഒറ്റയാൾ പോരാട്ടം നടത്തി നീതി നേടിയവനാണ് അവൻ. എന്തായാലും കോൺഗ്രസിനെ സംരക്ഷിച്ചുകൊണ്ടാണെങ്കിലും ഇത്തരമൊരു പോസ്റ്റ് രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ പരിക്കേൽക്കാതെ കൈയൊഴിയാം എന്ന സാഹചര്യം. അപ്പോഴും കൈയൊഴിയാൻ കഴിയാത്തത് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഗൂഢാലോചന സംഘത്തിനാണ്. അവരുടെ തനിനിറം വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തീർച്ച.